നമസ്കാരം, വിനീഷ് തോട്ടപ്പള്ളിയാണ്. അപ്പം കായംകുളം മണ്ഡലത്തിൽ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് എം ലിജു ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ കാർത്തിപ്പള്ളി താലൂക്ക് ഓഫീസിൽ എത്തിച്ചേരും. നോമിനേഷൻ ഇന്ന് കൊടുക്കാൻ പോവുകയാണ്. അപ്പം കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തകരും താലൂക്ക് ഓഫീസിലുണ്ട്. ഉടൻ തന്നെ എത്തിച്ചേരുമെന്നാണ്. ഏകദേശം 11 മണിയില്ല, 11 മണിക്ക് ശേഷമാണ് ഇവിടെ നോമിനേഷൻ കൊടുക്കുന്നത്. അപ്പം ഞാൻ പ്രവർത്തകരെല്ലാം അദ്ദേഹത്തെ കാത്ത് ഇവിടെ താലൂക്ക് ഓഫീസിൽ നിൽക്കുകയാണ്. അപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓ ശരി. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം കായംകുളത്തിന്റെ ജനനായകൻ അഡ്വക്കേറ്റ് എം ലിജു പുറത്തേക്ക് വരുവാണ്. അപ്പോൾ ഇവിടെ തന്നെ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ ഐക്യജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥിയായി ഞാൻ അല്പസമയം മുമ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നാളെയാണ് സ്ക്രൂട്ടണി. എന്നേവരോടും വിനീതമായ ഒരിക്കൽ കൂടി ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ എനിക്ക് കൈയടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒരു നാടിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ഏറ്റവും ആത്മാർത്ഥതയോടെ നാടിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന, ആ നാടിന്റെ വികസനത്തിനാവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന, അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് സുഖദുഃഖങ്ങൾക്ക് സാമീപ്യം ഉറപ്പുവരുത്തുന്ന, നിയമസഭയിൽ നാടിന്റെ അന്തസ്സ് ഉയർത്തുന്ന, നിയമനിർമ്മാണത്തിൽ വളരെ ഫലപ്രദമായി പങ്കാളിയാകുന്ന, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ജനപ്രതിനിധിയായിരിക്കുമെന്ന കാര്യത്തിൽ ഞാൻ കായംകുളത്തെ പ്രിയപ്പെട്ട പ്രബുദ്ധരായ ജനസമൂഹത്തിന് ഉറപ്പു നൽകുന്നു. ഒരിക്കൽ കൂടി വിനീതമായി വോട്ട് അഭ്യർത്ഥിക്കുന്നു. ഇത്തവണ ഒരു അവസരം എനിക്ക് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കായംകുളത്ത് എനിക്ക് കാണാൻ സാധിക്കുന്നത് UDF അനുകൂലമായ വളരെ ശക്തമായ പിന്തുണയാണ്. കക്ഷി രാഷ്ട്രീയത്തിനും
എല്ലാ പരിഗണനകൾക്കും അപ്പുറത്ത് കായംകുളം തീർച്ചയായും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷമായി സ്ഥിരമായി ഉണ്ടായിരുന്ന ഒരു സംവിധാനത്തിൽ നിന്നൊരു മാറ്റമുണ്ടായി. അതോടൊപ്പം തന്നെ കേരള ജനതയും മാറ്റം ആഗ്രഹിക്കുന്നു എന്നതിന്റെ കൃത്യമായ പ്രതിഫലനം കായംകുളത്ത് കാണാൻ സാധിക്കും. കായംകുളം തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു മാറ്റത്തിന്റെ പാതയിലാണ്. തീർച്ചയായും കായംകുളത്ത് ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ശ്രീ ജി സുധാകരൻ കേരളത്തിലെ വളരെ പരിണതപ്രജ്ഞനായ നേതാവാണ്. CPM യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് വേണ്ടത്ര ബഹുമാനം നൽകി അദ്ദേഹവുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം, അതായത് CPM ഒരു പാർട്ടി എന്ന നിലയിൽ, ഒരു മുന്നണി എന്ന നിലയിൽ LDF അദ്ദേഹവുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം സ്വതന്ത്രനായി അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തെ പോലൊരു സീനിയർ നേതാവ്, കേരള രാഷ്ട്രീയത്തിലെ പരിണതപ്രജ്ഞനായ ഒരു വ്യക്തിത്വം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കേണ്ട രാഷ്ട്രീയ സാമൂഹ്യ ഉത്തരവാദിത്വം ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ട്. അതുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണി അദ്ദേഹത്തെ പിന്തുണച്ചത്. ശ്രീ ജി സുധാകരന്റെ വരവ് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഇടതുപക്ഷ മനസ്സുള്ള, അതായത് കേരളം ഒരു ഇടതുപക്ഷ മനസ്സ് എന്നത് അത് കേരളത്തിൽ അത് ഒരു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം കുത്തകയല്ല. ഇടതുപക്ഷ മനസ്സ് എന്നർത്ഥമാക്കുന്നത് ജനപക്ഷ നിലപാടുകളാണ്. അപ്പോൾ ജി സുധാകരനെ പോലെ ഇടതുപക്ഷ ഒരു മനസ്സുള്ള ഒരു നേതാവിനെ പിന്തുണയ്ക്കുന്ന നിരവധി ആളുകൾ CPM-ലും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുമുണ്ട്. അപ്പൊ സ്വാഭാവികമായി അദ്ദേഹത്തെ അപമാനിച്ചത്, അദ്ദേഹത്തിന് അർഹമായ ആദരവ് നൽകാതിരുന്നത്, അദ്ദേഹത്തിന്റെ 6 പതിറ്റാണ്ടിലേറെ കാലം വരുന്ന അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിന് അംഗീകാരം നൽകാതിരുന്നത് തീർച്ചയായിട്ടും ഇത്തരം ഇടതുപക്ഷ മനസ്സുകളെ പൊതുസമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന കാര്യം സംശയമൊന്നും തന്നെയില്ല. ആലപ്പുഴ ജില്ലയിലാകുമാനം, കേരളത്തിലാകുമാനം അതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതെല്ലാം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി മാറും.